കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇൻഫോസിസിന്റെ കോ ഫൗണ്ടറായ നാരായണമൂർത്തി പറഞ്ഞ ഒരു പേരൻസിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി പറഞ്ഞ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നല്ല വിവാദമായി. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ അതിനെ പറ്റിയാണ്. വെൽക്കം ടു ദിസ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിൽ പറഞ്ഞത് എന്തൊക്കെയാണ് അവസ്ഥ? ഒന്ന് വെച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന്. കാരണം ഒരു ഇന്ത്യയിലെ ആദ്യത്തെ വൺ ഓഫ് ദ ലാർജ് കമ്പനീസ് ഇൻഫോസിസ് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി ബിൽഡ് ചെയ്യുമ്പോൾ അന്ന് ഹി സ്റ്റാർട്ടഡ് ഫ്രം ഓൾമോസ്റ്റ് സീറോ. അവിടെ നിന്നാണല്ലോ വരുന്നത്. അന്ന് എസ്പെഷ്യലി ആ കാലഘട്ടത്തിൽ ഇപ്പം ഒരു കമ്പ്യൂട്ടർ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഈ ട്രാവൽഡ് എത്രയോ പ്രാവശ്യം ഡൽഹിക്ക് ബാംഗ്ലൂരിൽ നിന്ന്, കമ്പനി ബാംഗ്ലൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എത്രയോ പ്രാവശ്യം ഡൽഹിക്ക് പോയി വന്നിരുന്നു ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ച് അത്രയും ഡിഫിക്കൽട്ടായ ഒരു കമ്പനിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വൈഫും അവരുടെ കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. എല്ലാ തിരക്കുകളിലൂടെയും ജീവിച്ച ഒരാളാണ്. ഒരു ഏറ്റവും ഒരു കോർപ്പറേറ്റ് ലൈഫ്, അതുമല്ല ഭാര്യയും ഒരു കോ ഫൗണ്ടറാണ്. ഷി വാസ് ഓൾസോ ആക്റ്റീവ് ഇൻ ഇൻഫോസിസ്. അപ്പം അങ്ങനെ ഒരാളിൽ നിന്നും വരുന്നൊരു റെസ്പോൺസ് ആണ്. മാത്രമല്ല അദ്ദേഹം ആ റെസ്പോൺസ് വരുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കൾ ഒരു രീതിയിൽ പറഞ്ഞാൽ അക്കാഡമിക്കലിയും സക്സസ്ഫുൾ ആയി. അക്കാഡമിക്കലിയും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വേൾഡിലെ ഒരു നോംസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സക്സസ്ഫുൾ ആയ മക്കളാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം വേൾഡ് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു, ആ രൂപത്തിലൊക്കെ, അതേപോലെ തന്നെ ടോപ്പ് പൊസിഷൻസിലെത്തി. ഈ രൂപത്തിലൊക്കെ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ കാരണമായി, അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസിന്റെ ഒരു കാരണമായാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്താണ്, എത്ര 3 to 4 hours അല്ലേ? 3.5 hours one of the parents should actually spend with the child എന്നുള്ളതാണ് അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അതായത് ഈ തിരക്കിനിടയിലും 3.5 മണിക്കൂർ കുട്ടികളുമായി റീഡിങ്ങിലും മറ്റു കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിരുന്നു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ സ്ക്രീൻസ് എങ്ങനെയാണ് ആ സ്ക്രീൻസിൽ നിന്ന് നമ്മൾ കുട്ടികളെ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയത്, അതായത് പേരൻസ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളോട് പഠിക്കാൻ പറയരുത്, അത് പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഇത് മെൻഷൻ ചെയ്തത്. അദ്ദേഹം അവിടെ പറയുന്നത് സുധാമൂർത്തിയുടെ ഒരു വ്യൂ പോയിന്റ് തന്നെ, ഞാൻ ടി വി കാണുമ്പോൾ ഐ കനോട്ട് ആസ്ക് മൈ ചിൽഡ്രൻ ടു ലേൺ എന്നുള്ളൊരു ഇതായിരുന്നു. അത് കാരണം അവർ ടി വി കാണുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഷീ യൂസ് ടു സ്പെൻഡ് വിത്ത് കിഡ്സ്. അപ്പൊ ഈ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ആംഗിളിൽ നിന്നാണ് ഒരുപാടൊരു കോൺട്രവേഴ്ഷ്യൽ ആയി പോയതാണെന്ന് തോന്നുന്നല്ലേ ഡിസ്കഷൻ. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ്, വാട്ട് ഹി ഡിഡ് ഇൻ ഹിസ് ഫാമിലി എന്നുള്ളത് ഹി ഷെയർ ചെയ്തു. എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾക്ക് എൻഡേറ്റഡ് ആണല്ലോ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഒരു ഒപ്പീനിയൻ പറയാനുമുള്ള ഡെമോക്രാറ്റിക് സ്പേസ് ഉണ്ട്, അദ്ദേഹത്തെ വിമർശിക്കാനും അവർക്കും ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് നോക്കാവുന്ന കാര്യം, ഇത് ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ വളരെ ഒരു എന്താ പറയാ, അവരുടെ സ്ട്രഗിൾ ചെയ്യുന്നത്, എനിക്ക് നാരായണമൂർത്തിയുടെ തന്നെ മുമ്പത്തെ ഒരു കോട്ട് എടുത്ത 14 hours, എത്ര അവേഴ്സ് എംപ്ലോയീസ് വർക്ക് ചെയ്യണം, യങ് എംപ്ലോയീസ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് യൂത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇന്നോവേറ്റബിൾ ആണ്, ഡെഫിനറ്റ്ലി എഗ്രി ചെയ്യുമ്പോൾ തന്നെ. ബട്ട് ഇൻ ദ കരിയർ, ഒരു കരിയർ ജേർണിയിൽ പോലും അയാൾ ആക്ച്വലി ദ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ട വരികയാണ്. ബിക്കോസ് ഓഫ് ദിസ് കോമ്പറ്റീഷൻ, ബിക്കോസ് ഓഫ് ദിസ് ലാർജ് മാർക്കറ്റ്. അപ്പൊ അതർവൈസ് വി ക്യാൻ കോൾ ആക്ച്വലി എന്താ പറയുക, കോർപ്പറേറ്റ് റാറ്റ് റേസ് എന്നൊക്കെ വിളിക്കാമെങ്കിൽ പോലും ഓർ ആക്ച്വലി നമ്മുടെയൊക്കെ പല കമ്പനീസും ഈവൻ ദോ ദേ പ്രൊമോട്ട് ആക്ച്വലി എന്താ പറയുക ഫാമിലി അതൊക്കെ, ഈ കൺസെപ്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്താലും ഒരാളുടെ ഒരു ഫാമിലി ഉണ്ടായ ആൾക്ക്, അപ്പം ഒരു സ്ത്രീയാണ്, പുരുഷനാണ്, ഒരു ഫാദറാണ്, മദറാണ്, അവർക്ക് അവരുടെ കുട്ടികളോട് സ്പെൻഡ് ചെയ്യണം. ഇതിനെ കൺസിഡറേറ്റീവ് അല്ലാത്ത തരം മാനേജേഴ്സും ഒക്കെ നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇവിടെ പ്രാക്ടിക്കലി അദ്ദേഹം പറഞ്ഞതിനോട് ഒരുപാട് ആൾക്കാർക്ക് വിയോജിപ്പുണ്ടാകും. അപ്പൊ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, വളരെ എന്താ പറയാ, ഒരു വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന എക്സോഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി വന്നിരുന്നിട്ട് ടി വി വന്നിട്ട് വാട്സം ഓൾഡ് എന്താ പറയാ റോംകോം, അല്ലെങ്കിൽ ഒരു പഴയ നമ്മുടെ ഫ്രണ്ട്സ് സീരീസ് ഉണ്ടല്ലോ, പണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ വന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. സോ ആ സീരീസ് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പം ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ഹിറ്റ് സീരീസ് ആണ്. ഇന്നും അത് സ്റ്റിൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഹിറ്റ് ആണെന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. സോ അപ്പം അങ്ങനെ അത് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം സെയിം ടൈം ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കുട്ടികളൊപ്പം. പക്ഷെ ആഫ്റ്റർ ദ ലോങ് ഡേ വർക്ക് കഴിഞ്ഞിട്ട് ഒരു എക്സോസ്റ്റഡ് ആയ ഒരു മൊമെന്റ് ആണിത്.
അപ്പൊ ഇതൊരു വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായ ഒരു വിമർശനം ഇതിന് കടന്നു വന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ ചോയ്സ് ഓരോ ആസ്പെക്ട്സിലും നമ്മുടെ ചോയ്സിന് ഒരുപാട് റിഫ്ലക്ഷൻ ഉണ്ടാവും. വാട്ട് എവർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും വാട്ട് വി ചൂസ് എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത്, നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ലൈഫിലാണെങ്കിലും. അപ്പോൾ ഇപ്പൊ ഒരു 3.5-4 hours ഒരു ഡെയിലി ബേസിസിൽ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും, ഇപ്പൊ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അത് പ്രാക്ടിക്കൽ അല്ല എന്ന് അല്ല, തോന്നി. അങ്ങനത്തെ ഒരു ആവശ്യമുണ്ടോ? അതിൽ ആദ്യം അത് പ്രാക്ടിക്കലിറ്റിക്കൊക്കെ മുമ്പ് ഈവൻ 3 hours അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? അതെ, അതെ, എന്തിനു കുട്ടിയായിട്ട് വേണ്ടിയാണ് ഇത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ 3 hours ആവശ്യമുണ്ടോ, നമുക്ക് 1 hour തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ പറ്റും. discuss ചെയ്യാം. ശരിക്കും there are lot സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ ഈവൻ ഹാർവാർഡിന്റെ ഒരു സ്റ്റഡി വരെ ഉണ്ട്. എന്താ ആ സ്റ്റഡിയിൽ പറയുന്നത്, there are സ്റ്റഡി പ്രൂവൺ എവിഡൻസ് ലൈക്ക് കുട്ടികളോടൊപ്പം പേരൻസ് കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അക്കാഡമിക് സക്സസിനും അവരുടെ ലൈഫ് സക്സസിനും കാരണമാകുന്നു എന്നുള്ളത്. അതെ, പേരൻസ് ഇൻവോൾവ് ചെയ്ത കുട്ടികളിൽ ഈവൻ ഗ്രേഡ്സ് നല്ല മാർക്കിലേക്ക് അവരെത്തുന്നു. അവര് ഈവൻ അവരുടെ ബിഹേവിയർ പോലും, ക്ലാസ് റൂം ബിഹേവിയർ പോലും പോസിറ്റീവ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് കുട്ടികളിൽ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ എടുത്തു പറയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ഇത് കാണുന്ന പേരൻസ് തോന്നും ആ കുട്ടികളുടെ സ്റ്റഡീസിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞാൽ അവരെ 2-3 മണിക്കൂറും മുന്നിൽ പിടിച്ചിരുത്തി മുറുക്കി പഠിപ്പിക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കും. പക്ഷെ അതും വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. സ്റ്റഡി ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ, ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, പഠിത്തത്തെ പറ്റി കൂടുതൽ നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു പേരന്റിന്റെ ഇൻവോൾവ്മെന്റ് ഇൻ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും എനിക്കൊരു ബിസി പേരൻസിന്റെ മകനായിരുന്നു ഞാൻ. ഡെഫിനറ്റ്ലി അപ്പം പേരൻസ് കുട്ടിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഗിൽട്ട് ഫീൽ ചെയ്യുമ്പോൾ പലപ്പോഴും പേരൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ, ആ കുട്ടി ഇരുത്തി പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആ സമയം എനിക്ക് കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ആക്ച്വലി അവര് വളരെ റോങ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഈവൻ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് പോലും അറിയില്ല. പക്ഷെ ഈവൻ വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നത്, അതായത് വൈ, എന്തുകൊണ്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്റെ മദറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എന്റെ അമ്മ ഒരു സ്റ്റേ അറ്റ് ഹോം മോമാണ്. ആവശ്യത്തിന് ഇപ്പൊ ഒരു പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളുടെ അത്രയും തിരക്ക് ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി വീട്ടില് ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം തിരക്ക് കാണും അവിടെ എന്നറിയാം. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ അങ്ങനെ ജോലിക്ക് പുറത്ത് പോയി ചെയ്യുന്ന ആളുടെ ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷീ ഹാഡ് ടൈം. ഇപ്പൊ എന്റെ കൂടെ പഠിത്തത്തിൽ ഇരുന്ന് പഠിപ്പിക്കാനാണെങ്കിൽ ഷീ ഹാഡ് ഹെർ ടൈം. പക്ഷെ ഷീ നെവർ ഡിഡ് ദാറ്റ് കേട്ടോ. എന്റെ ഓർമ്മയിൽ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ ഒക്കെ ആയിരിക്കും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയോ മറ്റോ ആയിരിക്കും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും. അതിനുശേഷം എനിക്ക് ശരിക്കും വീട്ടിൽ നിന്ന് കിട്ടിയ, ഞാൻ ആ സ്റ്റഡി പറഞ്ഞ ആ ഒരു സ്റ്റഡി വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലോട്ട് തോന്നിയത്, എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത് ഈ പഠിത്തത്തെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് എൻവയൺമെന്റും എന്റെ മധുരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും അതിനുള്ള മോട്ടിവേഷനാണ് ആക്ച്വലി വാട്ട് എന്നെ ഡ്രൈവ് ചെയ്തൊരു കാര്യം, സ്റ്റഡീസിലേക്ക് എന്നെ ഡ്രൈവ് ചെയ്തൊരു കാര്യം. അപ്പൊ അവിടെ ഒരു പേരന്റിന്റെ ഇൻഫ്ലുവൻസ് മരത്തിന് മുകളിലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ എന്താ പറയാ എൻട്രൻസ് കോച്ചിങ് സ്ഥലത്തെ ഒരു മേജർ അവിടുത്തെ IIT JEE ട്രെയിൻ ചെയ്യിക്കുന്ന, അതായത് വളരെ സെലക്റ്റീവായ കുട്ടികളെ മാത്രം മാത്ത് പഠിപ്പിക്കുന്ന, ബ്രില്യൻ കാറ്റഗറിയെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രിയ സുഹൃത്തുമായിട്ട് ഒരു കോൺവെർസേഷന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ, അതായത് ക്രിങ്ക് നൗ ആക്ച്വലി നമ്മളൊരു ടീനേജേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആണ്. അപ്പൊ ആ ഒരു ആണല്ലേ? ഓക്കെ, കുറച്ച് പേര് അറിഞ്ഞോട്ടെ, നമ്മളുടെ മറിയ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ഒരു ചാനല് അവരറിഞ്ഞോട്ടെ, നിങ്ങൾ പുറത്ത് പറയണ്ട, ക്ലോസ് ഇൻ നമ്മളുടെ ഒരു സർക്കിളില് രഹസ്യമാക്കി. ഓക്കെ. സോ അപ്പം അദ്ദേഹമായിട്ട് സംസാരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അതായത് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുന്ന കുട്ടി, IIT JEE കിട്ടുന്ന കുട്ടി, നല്ല കുട്ടിയിൽ 100% പേരൻസിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്. അവരിൽ പേരൻസിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു കുട്ടിയും ഒരു ടോപ്പ് സ്കോറർ ആവണില്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരു പേരന്റൽ ഇൻഫ്ലുവൻസ് അവരുടെ മുകളിലുണ്ട് എന്ന് അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നു. വേറൊരു കാറ്റഗറി, ദേ ആക്ച്വലി സ്പെൻഡ് മണി ഫോർ ദം, ഡു തിങ്സ് ഫോർ ദം, ബട്ട് ദേ ഡോണ്ട് ഹാവ് ഒരു പേരന്റൽ ഇൻഫ്ലുവൻസ് ഇല്ല കുട്ടിയുടെ മുകളിൽ നിന്ന്. അത് പറഞ്ഞ വാക്ക് തന്നെ ഇതാണ്, പേരന്റൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. ഒരു പേരന്റിന് കുട്ടിയുടെ മുകളിൽ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ
ഡയറക്ഷനോ ഒന്നുമില്ല എന്നുള്ളത്. ഈവൻ ആ ഒരു ഇൻഫ്ലുവൻസിൽ ചില നെഗറ്റീവ്സ് പോലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ നെഗറ്റീവ്സിനേക്കാൾ അതിന്റെ പോസിറ്റീവ്സ് ആണ് കൂടുതൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് കുട്ടികളുടെ ലേണിംഗിൽ വേണം എന്നുള്ളതും പേരൻസിന്റെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അവരുടെ മേൽ വേണം എന്നുള്ളതുമാണ്. അത് രണ്ടും കീ പോയിന്റ്സ് ആണ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് കുട്ടികളുടെ ഒരു അക്കാഡമിക് സക്സസ് നമ്മൾ നോക്കുകയാണ്. ഈവൻ സ്റ്റഡീസ്, നമ്മളെ റിയൽ ലൈഫിലെ ആളുകൾ എല്ലാം നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ പേരൻസിനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇപ്പം എനിക്കിങ്ങനെ തോന്നലുണ്ട്, ഇപ്പം അതൊന്നും വേണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു ഫാദറിനും മദറിനും ഒരു കുട്ടിയെ വരുന്നതിന് പകരം അല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്കൂളുകളിലേക്കും ഒരു ബോക്സിൽ കുട്ടി വന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു ഡെഫിനറ്റ്ലി ദർ ഈസ് എ റോൾ ഫോർ പേരൻസ്. അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പാക്ട് സോഷ്യലി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു റോൾ എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുന്നതും മാത്രമല്ല, ആ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതിലാണ് റോൾ. പലപ്പോഴും പേരൻസ് പഠിപ്പിക്കാതിരിക്കലാണ് നല്ലതെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഉള്ള റിലേഷൻഷിപ്പ് പോലും തകരുന്ന അവസ്ഥയിൽ വളരെ ഫ്യൂ പേരൻസിന് മാത്രമാണ്, വളരെ കുറച്ച് പേരൻസിന് മാത്രമാണ് സമാധാനത്തോടുകൂടി കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയുന്നത്. അവരെ കുറ്റം പറഞ്ഞ് ഞാൻ പറയല്ല, ബിക്കോസ് അവർ ഓൾറെഡി തന്നെ കുറേ തിരക്കിലും പ്രശ്നങ്ങളിലുമാണ്. അപ്പൊ എനിക്കറിയാം, ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു പേരൻ്റാണ്. എനിക്കറിയാം ഞാൻ എൻ്റെ വർക്കിൽ സ്ട്രെസ്ഡ് ആകുമ്പം, എൻ്റെ ഈവൻ എൻ്റെ ഒരു ഫിസിക്കൽ പെയിൻ പോലും, എൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് പോലും, എന്തെങ്കിലും ഒരു അസുഖം പോലും എന്നെ പഠിപ്പിക്കുമ്പം എനിക്ക് വേണ്ടുന്നൊരു ക്ഷമ, പേഷ്യൻസ് കളയലുണ്ട്. അപ്പം എനിക്കിപ്പം തീരെ വയ്യായെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒരുപാട് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പം അതേപോലെ തന്നെ വർക്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആകുമ്പം നമ്മൾ അപ്പോൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടെയും നടക്കുന്നില്ലല്ലോ എന്ന തോന്നലുകളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഡെഫിനറ്റ്ലി പഠിപ്പിക്കലല്ല അവിടെ വേണ്ട, മറ്റു പലതുമാണ്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആക്ച്വലി. അപ്പോൾ ഒരു ഫാക്ടർ നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇൻ സ്റ്റഡീസ് ആണെങ്കിൽ, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കുട്ടികളും പേരൻസുമായിട്ടുള്ള ഒരു റിലേഷനാണ്. അതായത് കുട്ടികളും പേരൻസുമായി ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു റിക്വയർമെന്റ്. പല സ്റ്റഡീസും, ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ നടന്ന പല സ്റ്റഡീസും കാണിക്കുന്നത് കുട്ടികളും പേരൻസുമായിട്ടുള്ള റിലേഷന് കുട്ടികളുടെ സ്റ്റഡീസിൽ മാത്രമല്ല, ലൈഫിന്റെ എല്ലാ സ്റ്റേജസിലും എല്ലാ ചലഞ്ചസും ഫേസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് പോലും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി അറ്റാച്ച്മെന്റ് ദാറ്റ് ദേ ഹാവ് വിത്ത് ദിയർ പേരൻസ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബോണ്ടിനെ നമുക്കൊരു ബോണ്ട് എന്ന് തന്നെ വിളിക്കാം. ഈ ബോണ്ടിനെ പലപ്പോഴും ആൾക്കാർ ഓവർലുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓവർലുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടിയെല്ലാം കേൾക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഞാനായിട്ട് നല്ല ബോണ്ടാണ്, എനിക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. 99.9% മേ ബി ദ നമ്പർ ജസ്റ്റ് ഒരു ഗസ് ആണ്. സ്റ്റിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പേരൻസ് ബിലീവ് ദാറ്റ് ആക്ച്വലി ദേ ഹാവ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദർ കിഡ്സ്. ഞാനൊന്ന് മിണ്ടാണ്ട് പോയി കിടന്നാൽ എൻ്റെ കുട്ടിക്ക് എന്നെ വേണം, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്നെ വേണം. ഇതൊന്നും നിങ്ങളുടെ കുട്ടിയുടെ മുകളിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമല്ല. സോ എന്തായിരിക്കും അറിയാം ഒരു കുട്ടിക്ക്, ഒരു പേരന്റിന് ഒരു കുട്ടിയുടെ മുകളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത്? അതിന്റെ ഒരു ആസ്പെക്ട് ഓഫ് കോഴ്സ് ഈ ഒരു സ്നേഹം അത് തന്നെയാണ്. പക്ഷെ എന്നാൽ അതിന്റെ ബാക്കി ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പോസിറ്റീവായിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റ്, എത്രത്തോളം കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണ്. ഇപ്പൊ പലരും പറയും ഭയങ്കര കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടാണല്ലോ പറയാ, എനിക്ക് ഭയങ്കര ബോണ്ടിങ് ആണ് പക്ഷെ എന്റെ കുട്ടി അനുസരിക്കുന്നില്ല എന്നു പറയും. അപ്പോൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ്ങിന് ആണ് അവിടെ, നിങ്ങളുടെ അറ്റാച്ച്മെന്റ് വിത്ത് ചൈൽഡ് ആണ് അവിടെ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ കുട്ടിയായിട്ട് 3.5 hours, അതാണല്ലോ നമ്മുടെ നാരായണമൂർത്തിയുടെ പോയിന്റ്, 3 to 3.5 hours സ്പെൻഡ് ചെയ്യാന്നുള്ളത്. എല്ലാ പേരൻസിനും മേ നോട്ട് ബി ഏബിൾ ടു സ്പെൻഡ് ദാറ്റ് മച്ച് ടൈം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു 1/2 hour ആണ് 1 hour ആണ് സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ rather than the quantity of the hours, how can you spend a quality of the hour? അതായത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലരും പറഞ്ഞു കേൾക്കലുണ്ട്, ഞാൻ കുട്ടിയുടെ കൂടെ 24 മണിക്കൂർ ഉള്ള ഒരു പേരന്റ് ആണ് എന്ന് പറയും. പക്ഷെ നമ്മൾ അവരുടെ ഒരു ഹാബിറ്റ്സ്, ഒരു ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടി അവരും ഒരു വീട്ടിലുണ്ടെന്നേ ഉള്ളൂ, എത്രത്തോളം ആക്റ്റീവ്ലി അവരുടെ കുട്ടിയുടെ കാര്യത്തിൽ ഇൻവോൾവ് ആണ് ആ ഒരു സമയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ലെസ്. ആ ഒരു സമയത്ത് പോലും കുട്ടിയുടെ കാര്യത്തിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുന്ന ടൈമിൽ മെജോറിറ്റി കോൺഫ്ലിക്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പേരന്റ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അതിനിപ്പം അതിൽ തന്നെ മൂപ്പര് പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, TV എന്നുള്ള സാധനം. ഇന്നിപ്പോ TV എന്ന് പറയുന്നതിനേക്കാൾ മൊബൈൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇവൻ തോന്നും നമ്മളിപ്പോ 5 മണിക്കൂർ വീട്ടിൽ കുട്ടിയോടൊപ്പം കാണും. ഇപ്പൊ ഒരു ജോലിക്കും പോകാത്ത, പുറത്തു പോയി ജോലി ചെയ്യാത്ത, വീട്ടിലിരിക്കുന്ന ഒരു പേരന്റ് നിൽക്കട്ടെ, ബ്രേക്കിലുള്ള പേരന്റ്, അല്ലെങ്കിൽ വീട്ടിൽ ഹോം മേക്കർ ആയിട്ടുള്ള പേരന്റ്, അങ്ങനെയുള്ള പേരന്റ്, അവര് പോലും കുട്ടിയോടൊപ്പം ഇപ്പം 8 hours സ്പെൻഡ് ചെയ്യുന്നുണ്ട്, 20 hours സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞാൻ പറഞ്ഞ ഉറക്കം കഴിഞ്ഞിട്ടുള്ള അവേഴ്സാണ് ഞാൻ പറയുന്നത്.
ആ അവറിൽ അവരിപ്പോൾ മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദേ ആർ ഡിസ്ട്രാക്റ്റഡ് വിത്ത് അതർ തിങ്, ദേ ആർ നോട്ട് ഗിവിങ് ദ ഫോക്കസ് ഓർ അറ്റൻഷൻ ടു ദ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് ദം. കുട്ടി എടുത്ത് കൊടുക്കേണ്ട അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, ആരോ ഡിഫൈൻ ചെയ്ത ലവിനൊരു ഡെഫിനിഷൻ പറഞ്ഞു ഇങ്ങനെയാണ്, ലവ് ഈസ് നത്തിങ് ബട്ട് ദ അറ്റൻഷൻ വി ആർ ഗിവിങ് ടു എ ഡിസേർവ്ഡ് പേഴ്സൺ. അപ്പൊ ഒരാൾക്ക് കൊടുക്കേണ്ട അറ്റൻഷനാണ് ലവ് എന്നുള്ളതാണ് ലവിന് എനിക്കും ശരിയെന്ന് തോന്നിയിട്ടുള്ളൊരു ഡെഫിനിഷൻ. അത് വളരെ ശരിയാണ്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഫോണിലായിരിക്കും, നമ്മുടെ ഫുൾ അറ്റൻഷൻ അതിലായിരിക്കും. പക്ഷെ കുട്ടികൾ നമ്മളോട് പലതും സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മൂളുന്നുണ്ടാവും, ഇടയ്ക്കൊന്ന് കണ്ണുനോക്കി ഒന്ന് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതിലോട്ട് പോകും. അവിടെ ശരിക്കും നമ്മുടെ അറ്റൻഷൻ ഫുൾ കിട്ടുന്ന ഫോണിനാണല്ലോ. കുട്ടിയായിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ ആ ഒരു ആക്റ്റീവ്ലി ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ നമുക്ക് കുട്ടികളുമായിട്ട് എത്രത്തോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നത് ശരിക്കും നമ്മൾ മെഷർ ചെയ്യണം. ഒരു ഡെയിലി ബേസിസിൽ എത്ര പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ് ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ കുട്ടിയുമായിട്ട് കിട്ടിയത് എന്നുള്ള നമ്മൾ കൗണ്ട് ചെയ്താൽ ഈ 24 മണിക്കൂർ നമ്മൾ കൂടെ ഉണ്ടെങ്കിലും വളരെ ഫ്യൂ മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് അങ്ങനെ എടുത്ത് പറയാനുണ്ടായിരിക്കാം. കാര്യം മെജോറിറ്റി ടൈംസ് നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ എന്താ പറയാ, ഒരു ക്ലോക്ക് പോലെ ഇന്നതിന് സമയമായി, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്നുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ അവരുടെ മേൽ ബോംബാർഡ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആസ് എ പീപ്പിൾ നമ്മൾ ഭയങ്കര റിയാക്റ്റീവ് ആണ്. അതായത് നമുക്കിപ്പം ഒരു വർക്കിലൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആ വർക്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കും. കുട്ടിയുടെ പഠിത്തം കുളമാകുമ്പോൾ നമ്മൾ പഠിത്തം കുളവാന് പഠിപ്പിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് എക്സാമിന്റെ ടൈമിന് മോസ്റ്റ് ഓഫ് ദ മദേഴ്സ് ആർ ബിസി. അവര് ഓഫീസിൽ പോലും പറയും എനിക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ പോകണം കാരണം കുട്ടിയുടെ പരീക്ഷയാണെന്നുള്ളത്. അതൊക്കെ ഒരു റിയാക്റ്റീവ് നേച്ചറാണ്. ബീങ് എ മദർ, ബീങ് എ ഫാദർ, നമുക്ക് അങ്ങനെ ഒരു റോളുണ്ട്. ആ റോളിന് ഞാൻ 1 hour അല്ലെങ്കിൽ 2 hour ഒരു ദിവസം, അല്ലെങ്കിൽ ഈവൻ നാരായണമൂർത്തി പറഞ്ഞ പോലെ 3.5 hours ഞാൻ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കലണ്ടറിൽ വരേണ്ട സാധനമാണ്. ഇപ്പൊ 1 hour ആണെങ്കിൽ 1 hour, 2 hour ആണെങ്കിൽ, ഇനി ½ an hour ആണെങ്കിൽ ആ ½ an hour നമ്മുടെ കലണ്ടറിൽ വരും. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു 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 പിന്നെ വീട്ടിൽ മാത്രം ഇരിക്കുന്ന പേരന്റിനെ കുറിച്ചല്ല. ഏറ്റവും ബിസി ആയ ഒരു പേരന്റ് പോലും ഈ ഒരു അവർ അവർ കാണാതെ, അവരെ ഡെഡിക്കേറ്റ് ചെയ്യാതെ, ടൈം സ്ലോട്ട് ചെയ്യാതെ ദേ കാൺ അച്ചീവ് ദിസ് റിലേഷൻഷിപ്പ്. അതെ. അപ്പൊ എന്നാലും നമുക്ക് ആ ഒരു 3.5 എന്നുള്ളതിന് ഉപരി ആർ വി ഗിവിംഗ് ദിസ് എന്നുള്ളതായിരിക്കണം നമ്മുടെ മെഷർ. അതിനിപ്പോ നമുക്ക് 3.5 hours വേണമെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. അല്ല, നമുക്കൊരു 1 hour ഒരു ടച്ച് പോയിന്റ് ആണ് ഒരു കുട്ടിയായിട്ട് ഒരു ദിവസം പറ്റുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഇനഫ്. പക്ഷെ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. വളരെ രസകരമായ സ്റ്റഡിയാണ് മിനസോട്ട സ്റ്റഡി ഓഫ് റിസ്ക് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റഡി. അതില് കുറെ ആൾക്കാരെ അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട്, ബർത്ത് തൊട്ട് അവരുടെ അഡൾട്ട്ഹുഡ് വരെ അവരുടെ കാര്യങ്ങൾ മെഷർ ചെയ്ത് പോയ ഒരു സ്റ്റഡിയാണ്. അതിൽ മനസ്സിലാക്കുന്നത് പേരന്റിന്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എത്രത്തോളം കുട്ടികളുടെ ലൈഫിൽ ഉണ്ടായിരുന്നോ ചെറുതിലെ, ആ കുട്ടികൾ ഈവൻ അഡൾട്ട്ഹുഡിന്റെ ഫേസിൽ പോലും എന്ത് ചലഞ്ചസ് വന്നാലും അവർക്ക് തരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പല സ്റ്റഡീസും പറയുന്നുണ്ട്. ഇപ്പൊ ഈവൻ വീട്ടിൽ നിന്ന് തന്നെ വേറെ ഏരിയാസിൽ നിന്ന് പല ചലഞ്ചസ് വരുന്ന കുട്ടികൾക്കും പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് അവരുടെ ലൈഫിൽ റൈറ്റ് ആണ്, അവരൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് അവരുടെ പേരൻസുമായിട്ടുള്ളതെങ്കിൽ വിൽ ബി ഏബിൾ ടു ടാക്കിൾ ദ ചലഞ്ചസ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അവിടെ പറഞ്ഞ അടുത്തൊരു കാര്യമാണ് അത് ടെലിവിഷന്റെ കാര്യം. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് വൺ ഓഫ് ദ ഗുഡ് ഡിസിഷൻ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈസി ഉണ്ടായപ്പോഴാണ്, ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി ഈസി ഉണ്ടായപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടെലിവിഷൻ ഞങ്ങൾ ഒഴിവാക്കി. അല്ല, കുറച്ച് നാൾ ടെലിവിഷൻ ഉണ്ടായിരുന്നു, കാരണം വീട്ടിലെ മെയ്ഡ് ടെലിവിഷൻ ഇല്ലെങ്കിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ജനിച്ച് 2ാം മാസമാണ് നമ്മൾ TV കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് റിമൂവിങ് ടെലിവിഷൻ ഫ്രം അവർ ഹോം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പം നാരായണമൂർത്തി മാത്രമൊന്നുമല്ല, ഡോക്ടർ സ്പോക്സ്, വൺ ഓഫ് ദ പീഡിയാട്രിക് എന്താ പറയാ ഒരു ചൈൽഡ് കെയറിലെ വൺ ഓഫ് ദ വേൾഡിലെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ഒരു പേരാണ് ഡോക്ടർ സ്പോക്സ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം പരിശോധിക്കാവുന്നതാണ്. റോഡ് ലിറ്ററലി മൂപ്പർ എഴുതിയത്. നമ്മൾ ആക്ച്വലി ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അന്ന് റിമൂവ് ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ടാണ് പല ഞങ്ങളെ ബുക്ക് നോക്കി കുട്ടിയെ വളർത്തുന്ന കളിയാക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ബുക്ക് നോക്കി ഞങ്ങൾ ടെലിവിഷൻ ഒഴിവാക്കിയിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കര ഉപകാരപ്പെട്ടു. പിന്നീട് ഞങ്ങൾ ടെലിവിഷൻ ഒഴിവാക്കി എന്ന് വെച്ചാൽ ടെലിവിഷൻ എടുത്ത് പൂട്ടി എവിടെയോ വെച്ചിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് ആരോ വീട്ടിൽ ടെലിവിഷൻ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ എന്ന് ഞങ്ങൾ കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു അങ്ങനെ നിങ്ങളിപ്പോ വിചാരിക്കതില്ല, നിങ്ങൾക്ക് പറ്റൂല എന്ന്. അങ്ങനല്ല, മനസ്സിലായി. ഇനി അതിന്റെ അർത്ഥം നിങ്ങൾ വേറൊന്നും ഒരു വീഡിയോ കാണണ്ട എന്നല്ല പറയണത്.
മറിച്ച് നിങ്ങളുടെ ഒരു നമ്മൾ ലിവിംഗ് റൂമിന്റെ സെന്റർ ടെലിവിഷൻ ആകുമ്പോൾ, അതായത് നിങ്ങളുടെ ടെലിവിഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നതിലാണ് അതിന്റെ അപകടം. നിങ്ങൾക്കിപ്പോൾ ഒരു ടെലിവിഷൻ കാണാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് അവിടെ വെച്ച് നിങ്ങൾ പോയി കാണുന്നതല്ല ഒരു ഫാമിലിയിൽ നടക്കുന്നത്. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആക്റ്റീവ് ആവുന്ന സ്ഥലത്ത് അതുകൊണ്ട് നടുക്ക് വെച്ചിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ കുട്ടിയോട് സംസാരിക്കും, ഇന്ററാക്ഷൻ, ഇതെല്ലാം അത് നശിപ്പിക്കും. യു ക്യാൻ കീപ് യുവർ ടെലിവിഷൻ ഇൻ എ സെപ്പറേറ്റ് റൂം, യു ക്യാൻ വാച്ച് ഇറ്റ് വെൻ എവർ നീഡഡ്. ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എനിക്കുണ്ട്. ടെലിവിഷൻ ആവുമ്പോൾ നമ്മൾ ഇന്റന്റ് ചെയ്യാത്ത കോണ്ടന്റും ഒക്കെ കിഡ്സ് കൺസ്യൂം ചെയ്യുന്ന ഒരു അവസ്ഥ. അല്ല, ഞാൻ കോണ്ടന്റിനെ പറ്റി ഉള്ള ഒന്നുമല്ല ചർച്ച. ഒരു ഫാമിലിക്ക് ഒരു വീഡിയോ കാണണം, ദേ വാണ്ട് ടു പ്ലേ എ വീഡിയോ എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഓക്കെ ആണ്, ആ ഫാമിലിക്ക് ഓക്കെ ആവുന്ന ഒരു കോണ്ടന്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി ദേ ക്യാൻ ഹാവ് എ സെപ്പറേറ്റ് റൂം. അപ്പം നിങ്ങൾ ആക്ച്വലി അത് കാണാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. മറ്റത് നിങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്തപ്പോൾ ടെലിവിഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വീടുകളിലും ടെലിവിഷൻ ഇങ്ങനെ ഓൺ ആയിരിക്കും. അതെ, അത് ശരിയാണ്. നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷനെക്കാളും കൂടുതൽ നമ്മളെല്ലാവരും ടി വി ആയിട്ടായിരിക്കും എൻഗേജ്ഡ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മോഡലിംഗ്, അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പൊ അതോടുകൂടി ഇതല്ലേ നമ്മളിപ്പോ പറഞ്ഞ 3 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് കുട്ടികളുടെ സ്റ്റഡീസിൽ നമ്മൾ എങ്ങനെ ഇൻവോൾവ് ആവണം എന്ന് പറഞ്ഞു, അവരിലേക്ക് എങ്ങനെ നമ്മൾ പോസിറ്റീവ് അറ്റാച്ച്മെന്റ് നമ്മൾ കൊണ്ടുവരണം നമ്മൾ പറഞ്ഞു. അത് ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്കാണ് ടൈമിൽ വാല്യൂ എന്നുള്ളത്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രാക്ടീസസ്, നല്ല നല്ല പ്രാക്ടീസസ് ഫാമിലിയിലേക്ക് കൊണ്ടുവരാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.